നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ജഡായു ടൂറിസം തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക്. ജഡായുവിലെ കരാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമര പ്രഖ്യാപനം നടത്തി യൂണിയനുകൾ. ജഡായു ടൂറിസത്തിലെ തൊഴിലാളികളുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടും പ്രതികരണമില്ലാത്ത മാനേജ്മെന്റ് നയത്തിനെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ രംഗത്തെത്തി. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്തുവാനും തീരുമാനിച്ചു. തൊഴിലാളി നേതാക്കളായ ഡി സന്തോഷ് കുമാർ CITU, വിമൽകുമാർ AITCU, AR റിയാസ് INTUCU എന്നിവരുടെ നേതൃത്വത്തിൽ ജഡായു ടൂറിസത്തിൽ വെച്ച് തൊഴിലാളികളുടെ സാന്നിധ്യത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. നിങ്ങളുടെ വിഷയങ്ങളും ബുദ്ധിമുട്ടും എല്ലാം പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് കൂടുതലായി അറിയാൻ കഴിയും. കാര്യം ഇവർ സജീവമായിട്ട് ഇവിടെ ഇതുമായിട്ട് എല്ലാവരുമായിട്ടും എന്തുകൊണ്ട് ആളുകളുണ്ട്, മുതിർന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വിഷയങ്ങൾ അറിയാം. പക്ഷേ ബാക്കി നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ തുറന്നു തന്നെ സംസാരിക്കണം പറഞ്ഞത് എൻ്റെ വാർത്ത. മാസം തോറും ലവി മേടിച്ചും ഒന്നുമല്ല ഈ പ്രസ്ഥാനം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. നാളെയും നിൽക്കും. ഒരാളെ ഉള്ളെങ്കിലും നിൽക്കും. അത് ഞങ്ങൾക്ക് സംശയമില്ല. ഒരാളെ ഉള്ളെങ്കിലും അവന് വേണ്ടി പോരാടാൻ നമ്മൾ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം ഡിമാൻഡുകൾ വച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾ ഈ യൂണിയനും നമുക്കും കൂടെ കൂട്ടായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടെന്ന് സന്തോഷ് സഖാവ് പറയും. ആ തീരുമാനം നമുക്കിവിടെ നടപ്പാക്കണം. ആ നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടൂ എന്ന് മാത്രം ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് നമ്മളും ആ രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബന്ധപ്പെട്ട് നമ്മൾ 10 ദിവസം ഡിമാൻഡ് നോട്ടീസ്, ഇപ്പോൾ 10ഓളം കാര്യങ്ങൾ അത് നമ്മൾ ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുമ്പോൾ യൂണിയൻ അംഗീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായും ഒരു 4-5 ദിവസത്തിനകം നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു മര്യാദ എല്ലാ രംഗത്തും കശുവണ്ടി ഫാക്ടറിയിൽ ഉൾപ്പെടെ ആ ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അത് ഇതുവരെ നടത്താത്തൊരവസ്ഥയിലാണ്. ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ തന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞു നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങളെല്ലാം ഒരു അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ചില നടപടികളിലേക്ക് നമുക്ക് പോകണം എന്ന രീതിയിലാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം തന്നെ ചില ഓപ്പറേഷൻ മാനേജർ ഉൾപ്പെടെ ഉള്ള ചില ആൾക്കാരെ പേര് അനിൽ ഉൾപ്പെടെ ഇവിടെ വന്നിട്ട് കൊണ്ടിറക്കാനാണെന്നാണ് തോന്നുന്നത്. വലിയ ജാടയും വേലയും എല്ലാമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാം വിളിക്കുമ്പോൾ നമ്മളെക്കായും വലിയ പാർട്ടിക്കാരനായിട്ടാണ് ഇവിടെ നമ്മളോട് സമീപിക്കുന്നത്. അതുൾപ്പെടെ ചില വിഷയങ്ങളുണ്ട്. നമ്മൾ രാജീവ് സാറുമായിട്ട് ഈ വിവരങ്ങളെല്ലാം സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം പുള്ളി നമ്മളെ യൂണിയൻ്റെ രംഗത്ത് വന്നതിന് ശേഷം നമ്മളുമായിട്ടൊന്നും ഒരു അടുപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതൊന്നും നമുക്ക്